ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വയ്യായ ഉണ്ടായിരുന്നു, പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഫുഡിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഫുഡിൻ്റെ വീഡിയോ തന്നെയാണ്. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതെ, മാറ്റി പിടിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എന്താണ്, പെപ്പർ ചിക്കനും നെയ്ച്ചോറാണ് കേട്ടോ. ഒരു കിടിലൻ കോമ്പിനേഷൻ. യെസ്, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവള് എന്താ ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറ്. ഓക്കെ, അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നെയ്ച്ചോറ് നമ്മൾ ഏകദേശം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പെപ്പർ ചിക്കൻ വെക്കാൻ. കഴുത ഒന്നും അറിയില്ല. സോണി എന്തായാലും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയണ്ട, അപ്പം ഞാൻ അതൊന്നും ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ പച്ചക്കറി. തക്കാളി ആൻഡ് സവാള മാത്രമേ പെപ്പറിനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണ്. ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മൾ അരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നാക്കി എടുക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ എങ്ങനെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ആദ്യം വേണ്ടത് നെയ്യ്. നമ്മൾ ചെറിയൊരു ഉരുളിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ഈ ഉരുളിയിലാണ് നമ്മൾ ഇന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യോ ഡാൽഡയോ? ഡാൽഡ. ഞാൻ ഇപ്പൊ ഓർമ്മിപ്പിച്ചില്ലായിരുന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചേനെ. നമ്മള് റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡാൽഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് വെറുതെ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാ വിലയാ അല്ലേ രാസിലെ? അപ്പൊ അത് കാരണം ഞങ്ങളിപ്പോ കൊറേയൊക്കെ കാര്യങ്ങൾക്ക് ഡാൽഡ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡാൽഡ നല്ലതാണ്. ഞങ്ങള് മിക്കാറുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം എടുക്കും. കുട്ടിക്ക് കൊടുക്കാൻ എടുക്കില്ല, ബാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. ഓക്കെ, രാഹുലയുടെ ഒരു അതിഥി വന്നിട്ടുണ്ട്. പാവം എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞ് വന്നേക്കാണ്. അപ്പൊ ഉള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഇടാൻ പോകുന്നത് ഞാൻ ഒന്ന് വഴറ്റാ. അപ്പൊ നമ്മൾ സവാള ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അപ്പൊ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, സവാള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇടാം കേട്ടോ. ഇവിടെ തക്കാളി ഇല്ലാതെ വേറൊരു പണി നടക്കത്തില്ലെന്നാണ് രാഹുൽ പറയുന്നത്. നിങ്ങളെല്ലാരും ചിക്കനിൽ തക്കാളി ഇടാറുണ്ടോ? സത്യം പറയല്ലേ, എന്റെ വീട്ടിൽ തക്കാളി ഇടാറില്ല. ഞാൻ ചോദിച്ചാടോ, അങ്ങനെ ഇടാറില്ലാത്തതുകൊണ്ട് എന്താണ് ഗുണം, എന്താണ് ദോഷം എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചതാണ്. അല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അമ്മയൊക്കെ പറയാറുണ്ട്, തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുമെന്ന് കറി. കറി പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജന്മത്തിൽ തക്കാളി ഇടില്ല. പിന്നെ തക്കാളി എന്നുള്ള ഒരു പച്ചക്കറി നിങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി കറി ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഉപയോഗിച്ച് നിർത്താൻ പറ്റുന്ന സാധനം. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഇത് തീരുവോ? അപ്പൊ അങ്ങനെ നമ്മുടെ സവാള ആൻഡ് തക്കാളി ഏകദേശം വഴണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി കൂടി അരച്ച അരപ്പുണ്ടല്ലോ, നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇഞ്ചി പേസ്റ്റ് അതന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് അല്ലേ? അങ്ങനെയൊക്കെ തന്നെ പറയാം. അതാണ് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. ആദ്യം നമ്മൾ ഇടാൻ പോണത് കാശ്മീരി ചില്ലി പൊടിയാണ്. അത് നമുക്കൊരു ടേബിൾ സ്പൂണ്, 1.5 ടേബിൾ സ്പൂണ് നമുക്കത് ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ എരിവും പാകമൊക്കെ കണക്കാക്കിയിട്ടാണ്. നമ്മുടെ മെയിൻ ഐറ്റം
ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. നമ്മുടെ മെയിൻ ഐറ്റം മുളക് പൊടിയല്ല, പെപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാ മതി. ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഓക്കെ, അടുത്തെന്താ രാഹുലേട്ടാ? അടുത്ത് നമ്മൾ തൈരാണ് ഒഴിക്കാൻ പോണത്. അപ്പൊ തൈര് കുറച്ച് വേണ്ടിട്ടായിരിക്കും. യെസ്, അപ്പൊ നമ്മൾ തൈര് ഏകദേശം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് നമുക്ക് ഇടാവേ. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇടാം കേട്ടോ. ഉപ്പ് ഒരു ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടാം. ചിക്കൻ അധികം അപ്പൊ ഏകദേശം മസാല പിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ. ഈ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒഴിച്ചോക്കെ. നമ്മളപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം അത് വരെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇവിടെ ആകെ പരന്ന് പന്തളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഗൈസ്. നമ്മുടെ പൃഥ്വിക്കുട്ടൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? എന്താ ദേഷ്യോ? ആരോടാ ദേഷ്യം? ആരോടാ പിണക്കം? എന്നോടായിരിക്കും. എന്നെ മെയിൻറ്റ് ചെയ്യണില്ല തള്ളാന്നൊക്കെ. ആണോടാ കുഞ്ഞാ? അയ്യോടാ. അപ്പൊ ഗൈസ്, അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ അത് പോയി നോക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി അടുക്കളൊക്കെ വൃത്തിയാക്കിയോ? ഞങ്ങൾ പോയിട്ട് ഒന്ന് നോക്കി നോക്കട്ടെ എന്താണ് പാടുന്നുള്ളത്. ഗൈസ്, അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കേ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടെ പൊടികൾ ഇടാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ടേക്കേ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമുക്ക് കുറച്ച് ഇടാം. ഒരു ടീസ്പൂണ് നമുക്ക് ചിക്കൻ മസാല ഇട്ടേക്കാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗരം മസാലയാണ്. സാധാരണ പൊടിച്ചിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പൊടിക്കാനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടിരുന്നു. ഗരം മസാല ഒരു കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂണ് നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കുരുമുളക് ഇടാം കേട്ടോ. നമ്മുടെ പെപ്പർ ചിക്കനുള്ള പെപ്പർ കുരുമുളക് പൊടി. ഓക്കെ, അതാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആട്ടോ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇനി നോക്കിയിടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. എന്തോ ഇതൊരു പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഏറ്റവും വലിയ തല്ല് നടത്തുന്നതായിരിക്കും. അതൊക്കെ താങ്കളുടെ താല്പര്യം, ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കുക. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെരും ജീരകം അങ്ങോട്ട് ഇടുമ്പോൾ നല്ല മണം വരും. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റും കൂടെ കുക്കിങ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി ഫൈനൽ രീതിയിലേക്ക് നമുക്ക് കിടക്കാൻ പോകണേ. ഇതേ നമ്മൾ ഇനി മല്ലിച്ചപ്പും പുതിനയിലും കൂടെ നമ്മളൊന്ന് ഇടുകയാണ് കേട്ടോ. ഇത്രയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും, പക്ഷേ എനിക്കിത് ആവശ്യമാണ്. എൻ്റെ കുക്കിംഗ് ഇങ്ങനെയാണ്. റൈസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ കൊല്ലും. ഞാനല്ല, താങ്കൾ പിന്നെ എന്തിനാ അടച്ചു വെച്ചത്?
ഓക്കെ അപ്പൊ നമുക്ക് റൈസ് മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ. ചൂട് ഗൈസ് അപ്പൊ നെയ്ച്ചോറ് ഏകദേശം സെറ്റ് ആയിട്ടോ. ഗൈസ് പപ്പടം ചുടൽ എന്നുള്ള കർമ്മത്തിലേക്ക് സോണി ചേച്ചി നടത്തുന്നതാണ്. കണ്ടില്ലേ, സോണി ചേച്ചിയാണ് പപ്പടം ചൂടാൻ ഏറ്റവും വലിയ എക്സ്പേർട്ട്. പേടിച്ചിട്ടൊക്കെ ഒന്ന് ചൂടുന്നു. എന്താ ചെയ്യാ, അതിലിട്ടോ അതിന് യെസ് അങ്ങോട്ട് ഇട്ട്. എന്താണ് കാട്ടുന്നത്? ഒരു പപ്പടം ചൂടാൻ എന്തിനത്ര ടൈം വരണ്ടേ? ഏകദേശം നമ്മൾ ഫൈനലി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പെപ്പർ ചിക്കൻ ഇവിടെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി ചെയ്യാനുണ്ട്. പെപ്പർ ചിക്കൻ പോലെയാണോ അതോ വെറും ചിക്കൻ പോലെയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതിപ്പോ ചിലത് ചിലപ്പോ കളറൊക്കെ വ്യത്യാസങ്ങളൊക്കെ കുറച്ച് വരുമായിരിക്കും. എന്തായാലും നല്ലത്. അതെ, വലിയ ഗവേഷണമാണ്. അപ്പൊ ഫൈനലി നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പെപ്പർ ചിക്കൻ അവസ്ഥ. നിങ്ങൾ നോക്ക്, ഇത് പെപ്പർ ചിക്കൻ ആണോ? മനുഷ്യൻ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയിട്ട് ഓള് പറയണില്ലേ പെപ്പർ ചിക്കൻ അല്ല. ഇതല്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെന്ന്, അത് ഇവൻ എനിക്ക് ഉണ്ടാക്കി തന്നില്ല. അതിന്റെ ദേഷ്യമാണ് ഞാൻ ഈ തീർക്കുന്നത്. പറ എന്തായിരിക്കും എനിക്കറിയില്ല. അന്ന് മറ്റേ മല്ലിയിലൊക്കെ ഇട്ട് വേറൊരു ചിക്കൻ പൊരിച്ചു തന്നില്ലേ? അത് നമുക്ക് ഉണ്ടാക്കാം. അതെനിക്ക് കിട്ടിയില്ല, അതിന്റെ ദേഷ്യമാണ് ഗൈസ് ഞാൻ ഈ തീർക്കുന്നത്. കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ കുരുമുളകൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. കളർ ഇങ്ങനെ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. എന്താണെങ്കിലൊക്കെ എന്തേലൊക്കെ ഉണ്ടാവും. എരിവ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യത്തെ പരീക്ഷണം സോണി ചേച്ചി തന്നെ ആവും. അയ്യോ അമ്മേ, എന്റെ റൈസിൽ എനിക്ക് വിശ്വാസമുണ്ട്. ചിക്കൻ ഇടൂ. വിശക്കണോ? 10-11 മണി ആയി. തന്റെ പെപ്പർ ചിക്കൻ കഴിക്കട്ടെ. നല്ല ആവി പറക്കുന്നു. ചളാസ്, അതായത് സലാഡ്. അതൊരു സൈഡില്. ഓക്കെ, പപ്പടം. വിശന്നിട്ട് കൊറേ നേരമായി. പിന്നെ ചൂടുണ്ടാവാണ്ടിരിക്കും. ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ. ഇത് കൊള്ളാലോ. എന്തോ കൊഴപ്പില്ലാന്ന്. ചിക്കനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ? സെറ്റല്ലേ? ഞാൻ പിന്നെ വെറുതെ ഒന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ കെട്ടിയോൻ ഉണ്ടാക്കുമ്പോ ഞാൻ അങ്ങനെ പൊഴുതാൻ പാടില്ല. ഞാൻ ഇവിടെ ഒരു കുക്ക് ഇരിക്കുമ്പോ അവനങ്ങനെ പൊഴുത്തന്നല്ലോ. അസൂയക്കാരി. അയ്യോ, അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ പെപ്പർ ചിക്കനും നെയ്ച്ചോറും സെറ്റ് ആക്കിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭാര്യ പറഞ്ഞത്. ഞാൻ അങ്ങനെ സംസാരിക്കണ്ട. വെള്ളമൊക്കെ വായിക്കുന്നു. ശരിയല്ല. അപ്പൊ ഗൈസ്, അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, അതെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.